ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിനുള്ള മനോഹരമായ ഒരു വായനയാണ് നമുക്ക് നൽകിയിരിക്കുക. ഈശോയുടെ പ്രവർത്തനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ പ്രവർത്തിച്ച് അത്ഭുതവും അനുഗ്രഹവും പ്രാപിച്ചതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുക. അതോടൊപ്പം തമ്പുരാനോട് പ്രാർത്ഥിച്ച് സുവിശേഷത്വ വേലയ്ക്കായി കടന്നു ചെല്ലുവാൻ അനേകം ആൾക്കാരെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ലഭിക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഒരു സുവിശേഷ ഭാഗവും കൂടിയാണ്. ഏറ്റവും ആദ്യമായി നമ്മൾ കാണുന്നു, ഈശോ പിശാചബാധിതനെ, അതായത് ഊമയെ ഈശോ അനുഗ്രഹിച്ച് അവൻ്റെ പിശാചിനെ പുറത്താക്കിയപ്പോഴാണ് അവന് തിരിച്ച് സംസാരിക്കാൻ സാധിച്ചത്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഊമയായ അവൻ, അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്ത ആ മനുഷ്യനെ സംസാരമുള്ളവനാക്കി മാറ്റിയത് അവനിലുള്ള പിശാചിനെ എടുത്തു മാറ്റിയപ്പോഴാണ്. അല്ലാതെ അവൻ്റെ സംസാര ബലഹീനതയുടെ തടസ്സം എടുത്തു മാറ്റിയപ്പോഴല്ല. ജീവിതത്തിൽ പല അവസരങ്ങളിലും, നമ്മുടെ ജീവിതത്തിലും പല അവസരങ്ങളിലും നമ്മളും സംസാരശേഷി ഇല്ലാത്തവരായി പോകുന്നുണ്ട്. പല കാര്യങ്ങളിലും സംസാരശേഷി ഇല്ലാത്തവരായി പോകുന്നുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ മൂലം, നമ്മുടെ മൗനം മൂലം പല കാര്യങ്ങളും തിന്മയായി ഭവിക്കുന്നുണ്ട്. ആ തിന്മയായി ഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ സംസാരശേഷി ഇല്ലായ്മയാണ് അതിൻ്റെ ഒരു കാരണം. നമ്മുടെ ഊമത്തരമാണ് അതിനൊരു കാരണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ അങ്ങനത്തെ സംസാരശേഷി ഇല്ലായ്മ എടുത്ത് മാറ്റണമെങ്കിൽ നമ്മൾ മാറ്റേണ്ടത് നമ്മളെ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഓരോ പൈശാചിക ചിന്തകളാണ്. അനേക കാര്യങ്ങളിൽ പൈശാചിക ചിന്തകളാണ്. എന്തിന് ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തിനു വേറെ എല്ലാം അറിയുന്നു, ഞാൻ എൻ്റെ കാര്യത്തിൽ എല്ലാം തൃപ്തനാണ്, എൻ്റെ കാര്യത്തിൽ എല്ലാം മനോഹരമാണ്. സ്വന്തം കാര്യത്തിൽ മാത്രം പൂർണ്ണമായ ചിന്ത, സ്വന്തം കാര്യം മാത്രം എല്ലാം നന്നായി വരണം, സ്വന്തം കാര്യം മാത്രം എല്ലാം മനോഹരമായി പോകണം. ഇങ്ങനെയൊരു തെറ്റായ ചിന്താഗതി. അപ്പോൾ ഇങ്ങനെയൊരു ചിന്താഗതി കടന്നു വരുമ്പം ഓർക്കേണ്ട ഒരു കാര്യം, ആ ചിന്താഗതി നമ്മളെ തളർത്തും. ആ ചിന്താഗതി നമ്മളെ ഉയർച്ചയിലേക്കല്ല, താഴ്ചയിലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ഒരു അവസരമാണ് ഈശോ ഒന്ന് കാണിക്കുക. അതോടൊപ്പം അത് കാണിക്കുമ്പോൾ ജനങ്ങളെല്ലാം പറയുന്നുണ്ട്, ഇതുപോലൊന്ന് ഇതുവരെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നടന്നിട്ടില്ല. അത് സൂചിപ്പിക്കുന്നത് ഇതിനു മുൻപേ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പേ പല പ്രവാചകന്മാരുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ കാലത്ത് പോലും ഇങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തി അവർ കണ്ടിട്ടില്ല. അതായത് ആ പ്രവാചകന്മാരുടെ കാലത്ത് പോലും അവർ ഇങ്ങനത്തെ ഊമത്തരം ജീവിതത്തിൽ കൊണ്ടുപോയിരുന്ന അവസ്ഥകളുണ്ട്, തിന്മ അവസ്ഥകൾ കൊണ്ടുപോയ അവസ്ഥകളുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്മാർ കടന്നു വന്നാലും, നമ്മുടെ ജീവിതത്തിൽ കുറേ നന്മകൾ നമ്മൾ ചെയ്യാൻ നോക്കിയാലും, പക്ഷേ നമ്മൾ കാണിക്കുന്ന ഊമത്തരമോ, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന സംസാരിക്കാൻ തടസ്സപ്പെടുത്തുന്ന അനേകം കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുത്തു മാറ്റേണ്ടത് നമ്മുടെ ആ പൈശാചിക ബന്ധനത്തെയാണ്. അങ്ങനെ എടുത്തു മാറ്റി കഴിയുമ്പോഴാണ് വീണ്ടും ഈശോ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുക. എല്ലാ ജനതകളെ കാണുമ്പോഴും അവരോട് അനുകമ്പ തോന്നി. നമ്മുടെ ഈ അവസ്ഥകളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ഓർക്കും, ദൈവം കാണുന്നില്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും അറിയുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞുപോയ അവസ്ഥകളുണ്ട്, ഒറ്റയ്ക്ക് വിഷമിച്ച അവസ്ഥകളുണ്ട്, ദൈവം പോലും എന്നെ കൈവിട്ട അവസ്ഥയുണ്ടെന്ന് നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്പരാൻ നമ്മളെ നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അവന് അനുകമ്പ തോന്നി എന്നുള്ളതാണ്. നമ്മളെ കാണുമ്പോൾ കർത്താവിന് തോന്നിയത് അനുകമ്പയാണെങ്കിൽ ദൈവമക്കളെ, ദൈവം പ്രവർത്തിക്കുവാൻ ഇതാ ആരംഭിക്കും. നേരെ മറിച്ച് ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാണ് കാണുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ തടസ്സങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ജീവിതത്തിൽ അനുകമ്പ തോന്നാൻ തക്ക വിധം നമ്മൾ എളിമപ്പെട്ടവരായിരിക്കണം. അനുകമ്പ തോന്നാൻ തക്ക വിധം നമ്മൾ എളിമപ്പെട്ടവരായിരിക്കണം. അപ്പോൾ അനുകമ്പ തോന്നാൻ തക്ക വിധം എളിമപ്പെട്ടവരല്ലെങ്കിൽ ജീവിതത്തിലെ അധികമായ സമയത്തും നമ്മുടെ ജീവിതത്തിൽ പാപം, പ്രത്യേകമായി അഹങ്കാരം എന്ന പാപം ഉത്ഭവപ്പെടും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം, അഹങ്കാരം എന്ന പാപം മാറ്റി ലളിതമായ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ചിന്തയിൽ ലളിതയുള്ള ജീവിതത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും അവസാനമായി തമ്പുരാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വിളവ് അധികമോ വേലക്കാരോ ചുരുക്കമാണ്. അതുകൊണ്ട് വിളഭൂമിയിൽ വേലക്കാരെ ലഭിക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതാണ്.
ഏതൊരു അവസ്ഥയിലും ഏതൊരു കാര്യങ്ങളിലേക്കും ഏതൊരു ജീവിതാന്തസ്സിലേക്കും പ്രാർത്ഥിച്ച് മുന്നേറുവാനായിട്ടാണ് ഈശോ ഇതിനെ ആഹ്വാനം ചെയ്യുക. പലരും ഇതിനെ കണക്കാക്കുക ദൈവവിളിയായിട്ടും ദൈവവിളിയുടെ സേവനത്തിന് വേണ്ടിയും ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സേവനത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അല്ല, എല്ലാ ജീവിതാന്തസ്സിലും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. എല്ലാ ജീവിതാന്തസ്സിലും പ്രാർത്ഥനയോടെ മുന്നേറുവാനായിട്ടുള്ള വിളിയാണ്. ഇപ്പോഴൊക്കെ പ്രാർത്ഥനയോടെ മുന്നേറുന്ന ജീവിതാന്തസ്സുകളല്ല. ഒരു വിവാഹം നടക്കണമെങ്കിൽ അത് പ്രാർത്ഥനയല്ല. അവർക്ക് എല്ലാം ഉണ്ടോ, തികഞ്ഞവരാണോ, അവർ നമുക്ക് വേണ്ടി പറ്റിയ ആൾക്കാരാണോ എന്നുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഒരു വിവാഹം നടക്കുന്ന അനേകം വീടുകളിൽ നോക്കിക്കേ, എനിക്ക് ആ ഭവനത്തിലേക്ക് കടന്നു പോയാൽ എനിക്കെല്ലാം മനോഹരമായി ലഭിക്കുമോ, എനിക്കെല്ലാം ഓക്കെ ആണോ, എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമോ എന്നുള്ളതാണ്. അല്ലാതെ ദൈവമേ അങ്ങ് എനിക്ക് തിരഞ്ഞെടുത്ത ഒരു ജീവിത പങ്കാളിയോ അങ്ങ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജീവിത രീതിയോ ആണിത് എന്നൊരിക്കലും പലരും ചിന്തിക്കാറില്ല. പല ദൈവവിളികൾ ലഭിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല, ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജീവിത വിളി തന്നെയാണോ ഇത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നു. നേരെ മറിച്ച് ഞാനിവിടെ ഓക്കെ ആണോ, അല്ലെങ്കിൽ എനിക്കിത് ശരിക്കും എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ്. മക്കളെ, അത് നമ്മുടെ ജീവിതത്തിലെ തടസ്സപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്. ദൈവം നിശ്ചയിച്ച് തെരഞ്ഞെടുത്ത ജീവിത വഴിയിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ വിളഭൂമിയിൽ ചെന്നാലും നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് കടന്നു ചെല്ലും. ദൈവത്തെ വിളിക്കുന്ന കുടുംബങ്ങളിൽ നിന്നേ ദൈവവിളി ഉണ്ടാകുകയുള്ളൂ. അത് ഏത് ജീവിതാന്തസ്സാണെങ്കിലും അതൊരു ദൈവവിളിയാണ്. ആ ജീവിത വഴിയിലേക്ക് കടന്നു ചെല്ലുവാൻ, വിശുദ്ധിയോടെ കടന്നു ചെല്ലുവാൻ, ലളിതമായ ഹൃദയത്തോടെ കടന്നു ചെല്ലുവാനും, അതോടൊപ്പം തന്നെ നമ്മുടെ സംസാരത്തെ തടസ്സപ്പെടുത്തുന്ന തിന്മകളെ മാറ്റിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിവെക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.